നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച അടിമാലി ലക്ഷം വീട് ഭാഗത്ത് ദേശീയപാത 85-ൽ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒറ്റവരിയായിട്ടാണ് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നത്. തൃശൂരിലെ മെൽക്കർ തട്ടിപ്പിൽ ഇടുക്കിയിലും പരിശോധന. നെടുങ്കണ്ടത്ത് മെൽക്കർ ശാഖയിൽ പരിശോധന നടത്തി. നെടുങ്കണ്ടത്തെ ഓഫീസിൽ നിന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തു. ഇപ്പോഴും നിരവധി പരാതികളാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായ യുവതിക്ക് ദുരനുഭവം നേരിട്ട സംഭവത്തിൽ മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾക്ക് പിന്തുണയുമായി മൂന്നാറിലെ INTUC നേതാവ് ജി മുനിയാണ്ടി. ഓൺലൈൻ വ്യാപാരം ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയായി മാറുമ്പോൾ മറികടക്കാനും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന ആപ്പ് വികസിപ്പിച്ചെടുത്ത ഇടുക്കി രാജാക്കാട് സ്വദേശികളായ നിഷാന്ത് R, അച്ചുരാജ് എന്ന യുവാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച അടിമാലി ലക്ഷം വീട് ഭാഗത്ത് ദേശീയപാത 85-ൽ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒറ്റവരിയായിട്ടാണ് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നത്. കഴിഞ്ഞ മാസം 25-ന് രാത്രിയിലായിരുന്നു ദേശീയപാതയോരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. റോഡിലെ മണ്ണ് നീക്കിയെങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മാണമടക്കം സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റു ജോലികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ദേശീയപാത 85-ൽ അടിമാലി ലക്ഷം വീട് ഭാഗത്ത് തടസ്സപ്പെട്ടിരുന്ന ഗതാഗതം പുനഃസ്ഥാപിച്ചു. രാവിലെ മുതൽ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. ഒറ്റവരിയായിട്ടാണ് ഇരുവശങ്ങളിലേക്കും വാഹന ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത്. ശക്തമായ മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായാൽ ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളോടെയാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം 25-ന് രാത്രിയിലായിരുന്നു ലക്ഷം വീട് ഭാഗത്ത് ദേശീയപാതയോരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. നവീകരണ ജോലികൾ നടക്കുന്ന ഭാഗത്ത് പാതയോരത്തു നിന്നും മലയിടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ദുരന്തശേഷം 14ാമത്തെ ദിവസമാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടുള്ളത്. ഇടിഞ്ഞെത്തിയ മണ്ണ് വലിയ തോതിൽ റോഡിൽ കൂടിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡിൽ വിള്ളൽ രൂപം കൊണ്ടിരുന്നു. ദുരന്തമുണ്ടായ ഭാഗത്ത് ഉറവച്ചാലും രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിലെ മണ്ണ് നീക്കിയെങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മാണമടക്കം സുരക്ഷ ഉറപ്പാക്കുന്ന മറ്റു ജോലികൾ പൂർത്തീകരിക്കേണ്ടതായി ഉണ്ടെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. സിറ്റി വിഷൻ, അടിമാലി. തൃശൂരിലെ മെൽക്കർ തട്ടിപ്പിൽ ഇടുക്കിയിലും പരിശോധന. നെടുങ്കണ്ടത്ത് മെൽക്കർ ശാഖയിൽ പരിശോധന നടത്തി. നെടുങ്കണ്ടത്തെ ഓഫീസിൽ നിന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തു. ഇപ്പോഴും നിരവധി പരാതികളാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മെൽക്കർ ഫിനാൻസ് ആൻഡ് ലീസിംഗ് എന്ന പേരിൽ 6 വർഷം മുമ്പ് തൃശൂർ ആസ്ഥാനമാക്കിയാണ് സ്ഥാപനം തുടങ്ങിയത്. പിന്നീട് സംസ്ഥാനത്താകമാനം അമിത പലിശ വാഗ്ദാനം ചെയ്ത 40ഓളം ശാഖകൾ സ്ഥാപിക്കുകയായിരുന്നു. ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചെടുക്കുവാൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരെ ഓരോ ശാഖകളിലും ജീവനക്കാരായി എത്തി. സംഭവത്തിൽ സംസ്ഥാനത്താകെ 270 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. നെടുങ്കണ്ടത്ത് നിന്ന് മാത്രമായി 6.5 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. സംഭവത്തിൽ സ്ഥാപനത്തിന്റെ ഉടമകളായ തൃശൂർ കൂർക്കഞ്ചേരി വാലത്ത് വീട്ടിൽ രംഗനാഥൻ, ഭാര്യ വാസന്തി എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. നെടുങ്കണ്ടത്ത് നടത്തിയ പരിശോധനയിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട രേഖകളും വിവിധ രജിസ്റ്ററുകളും പിടിച്ചെടുത്തു. സംഭവത്തിൽ ജീവനക്കാർക്കടക്കമുള്ള പങ്ക് പരിശോധിക്കുമെന്ന് നെടുങ്കണ്ടം CI ജർലിൻ വി സ്കറിയ പറഞ്ഞു. നെടുങ്കണ്ടത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് ഏകദേശം ഇപ്പോൾ 40-30 ലക്ഷം രൂപയ്ക്കടുത്ത് നഷ്ടപ്പെട്ടതായി വിവിധ പരാതിക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ പരാതിക്കാരെ രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് വരും ദിവസങ്ങളിൽ തുറന്നിട്ടുണ്ടാകും. സ്ഥാപനത്തിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് രേഖകൾ പിടിച്ചെടുക്കുന്ന നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് 40ഓളം ശാഖകൾ വഴി ഇവർ കോടികൾ സമാഹരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. വിവിധ സ്ഥാപനങ്ങൾ വഴിയാണ് ഇവർ ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചത്. നിധി, സൊസൈറ്റി വിഭാഗങ്ങളിൽപ്പെടുന്ന സ്ഥാപനങ്ങൾ ഇതിന്റെ ഉടമകൾക്കുണ്ട്. സ്ഥിര നിക്ഷേപമായും മറ്റു പദ്ധതികളിലൂടെയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തു. കൂടുതലും മുതിർന്ന പൗരന്മാരാണ് തട്ടിപ്പിൽ കുടുങ്ങിയത്. 4000-ലധികം പേർ ഇതിൽ നിക്ഷേപം നടത്തിയെന്നാണ് പ്രാഥമിക വിവരം. ഇതിൽ പലരും 50 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായ യുവതിക്ക് ദുരനുഭവം നേരിട്ട സംഭവത്തിൽ മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾക്ക് പിന്തുണയുമായി മൂന്നാറിലെ INTUC നേതാവ്. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടിയാണ് ടാക്സി തൊഴിലാളികളെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നും ജി മുനിയാണ്ടി ആവശ്യപ്പെട്ടു. ഓൺലൈൻ ടാക്സിയിൽ മൂന്നാർ സന്ദർശനത്തിനെത്തിയ യുവതിക്ക് ദുരനുഭവമുണ്ടായ സംഭവം വലിയ ചർച്ചയായി മാറുകയും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾക്ക് പിന്തുണയുമായി മൂന്നാറിലെ INTUC നേതാവ് രംഗത്തെത്തിയിട്ടുള്ളത്. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടിയാണ് ടാക്സി തൊഴിലാളികളെ പിന്തുണച്ച രംഗത്തെത്തിയിട്ടുള്ളത്. ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ജി മുനിയാണ്ടി ആവശ്യപ്പെട്ടു.
வண்டி புக் பண்ணி வந்து போட்டு ஓட்ட பற்றியில் இங்கேயே வண்டி போட்டு ஓட்டும் போது அது டிரைவர்மாருடைய ஜீவாதாரம் பாதிக்கப்படும். அதை தான் கேட்டாங்க. போலீஸுக்கு இங்குள்ள நடைமுறைகள் தெரியும். அதை போலீஸு அந்த கெஸ்ட்டு எடுத்து சொன்னாங்க. அவ்வளோதான், போலீஸ் வேறு ஒன்றும் இல்லை. இங்கே உள்ள காலங்கள் எப்படி இருக்குது, நீங்கள் வெளியில் வந்து புக்கிங் வந்து இங்கே போட்டு ஓட்டக்கூடாதுன்னு தான் போலீஸ் சொன்னாங்க. போலீஸ் 2 போலீஸுக்காரங்களும் சஸ்பெண்ட் பண்ணியிருக்கு, அதுவும் தவறு. அதே மாதிரி 3 டிரைவர்மாருடைய லைசன்ஸை 6 மாதம் ரத்து பண்ணியிருக்கு. அது வன்மையாக ஐஎன்டிசி மூலம் கண்டிக்கிறோம். இதுபோல் எல்டிஎஃப் சர்க்கார் சொல்லக்கூடிய சர்க்கார், தொழிலாளி வஞ்சியக்கூடிய சர்க்கார் உடனடியாக இந்த நடவடிக்கையிலிருந்து பின்மாற வேண்டும் ஐஎன்டிசி சார்பாக கேட்டுக்கொள்கிறோம். സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടിയിന്മേലും ജി മുനിയാണ്ടി വിമർശനം ഉന്നയിക്കുന്നു. കഴിഞ്ഞ മാസമായിരുന്നു മുംബൈയിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിനെത്തിയ യുവതിയെ മൂന്നാറിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവം സംബന്ധിച്ച വീഡിയോ നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഈ വീഡിയോ വൈറലായതോടെ വിഷയത്തിൽ വലിയ പ്രതിഷേധമുയരുകയും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കെതിരെ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയും ഇടപെട്ടു. ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ ടാക്സി തൊഴിലാളികളെ പിന്തുണച്ച INTUC നേതാവ് രംഗത്തെത്തിയത്. സിറ്റി വിഷൻ മൂന്നാർ. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിയെ തടഞ്ഞുവെന്ന് ആരോപിച്ച് ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് BJP BMS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ BMS സംസ്ഥാന കമ്മിറ്റി അംഗം VN രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിയെ തടഞ്ഞുവെച്ചുവെന്ന് ആരോപിച്ച് ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കിയ സംഭവത്തിലാണ് തൊഴിലാളികൾക്ക് പിന്തുണയുമായി BJPയും BMSും സംയുക്തമായി മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രവർത്തകരെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഡ്രൈവർക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കണമെന്നും ഡ്രൈവർമാരുടെ ലൈസൻസ്, വാഹന പെർമിറ്റ് എന്നിവ റദ്ദാക്കരുതെന്നും സമരത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു. ധർണ BMS സംസ്ഥാന കമ്മിറ്റി അംഗം VN രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിയമപരമായി അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് കിട്ടേണ്ടത്. മറിച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഈ പാവം തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണിട്ട് വാരാനാണ് ഉദ്ദേശമെങ്കിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഞങ്ങൾ അനുവദിക്കുന്ന വിഷയമില്ല. ഈ മൂന്നാറിൽ ഈ തൊഴിലാളികളോടൊപ്പം സംഘടന ഉണ്ടാവും. ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. ജില്ലാ വൈസ് പ്രസിഡന്റ് K മാരിയപ്പൻ, രാധാകൃഷ്ണൻ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം സുമേഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി കന്ദകുമാർ, വൈസ് പ്രസിഡന്റ് കതിരേശൻ, BMS സംസ്ഥാന കമ്മിറ്റി അംഗം രവീന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ മൂന്നാർ. ഓൺലൈൻ വ്യാപാരം ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയായി മാറുമ്പോൾ ഇതിനെ മറികടക്കാനും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇടുക്കി രാജക്കാട് സ്വദേശികളായ 2 യുവാക്കൾ. നിഷാന്ത് R, അച്ചുരാജ് എന്നിവരാണ് പുതിയ ആപ്പ് വികസിപ്പിച്ചെടുത്തത്. കോവിഡ് കാലം മുതലാണ് ഓൺലൈൻ വ്യാപാരത്തിന് വലിയ സാധ്യതകൾ തെളിയുന്നത്. ഇതിനുശേഷം വ്യാപാര മേഖല സജീവമായെങ്കിലും ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റം ചെറുകിട വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി. ഈ സാഹചര്യത്തിലാണ് പുതിയ ബിസിനസ് കണ്ടെത്തുക എന്ന ചിന്തയിലിരുന്ന നിഷാന്തും അച്ചുരാജും തങ്ങൾക്ക് വരുമാനമുണ്ടാവുകയും ഒപ്പം മറ്റുള്ളവർക്കും ഗുണകരമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള സെല്ലിറ്റ് എന്ന ആപ്പിനെ കുറിച്ച് ആലോചിക്കുകയും ഇതിനായി പഠനങ്ങൾ നടത്തുകയും ചെയ്തത്. വർഷങ്ങൾ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ആപ്പ് യാഥാർത്ഥ്യമായി. നിങ്ങൾക്ക് തന്നെ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അവരവരുടെ വീടുകളിൽ നിങ്ങളുടെ ഡിജിറ്റൽ ഷോപ്പ് കാണാൻ ഓർഡർ ചെയ്യാം. ഈ കോവിഡ് കാലത്തിന് ശേഷം ഓൺലൈൻ മാർക്കറ്റുകൾ അതിശക്തമായിട്ട് നമ്മുടെ കേരള മാർക്കറ്റിലേക്ക് കടന്നു. അപ്പം അപ്രോക്സിമേറ്റ് ഓരോ വർഷം എന്ന് പറയുന്ന ഒരു 20-30% ഓൺലൈൻ മാർക്കറ്റുകൾക്ക് വളർച്ചയുണ്ടെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സാധാ ചെറുകിട ബിസിനസ്സുകാരെ വളരെയധികം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കടത്തിവിടുന്നത്. അപ്പം നമ്മൾ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ആപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ശരിക്കും നമുക്കൊരു ഫേസ്ബുക്കിൽ ഒരാളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോ ഇടുന്ന പോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളുടെ ഫോട്ടോ ഇടുകയും അത് കൃത്യമായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാനും കഴിയും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ആപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ആപ്പ് മൊബൈൽ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഓരോ വ്യാപാരിക്കും സെല്ലിറ്റിൽ രജിസ്റ്റർ ചെയ്ത വെബ്സൈറ്റുകൾ ലഭ്യമാവുകയും ഇതുവഴി കടയിലെ ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാനും കഴിയുന്നു. വീടുകളിലിരുന്ന ഏത് കടയിൽ എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഓർഡർ ചെയ്യാനും സാധിക്കുന്നു. AI സാങ്കേതിക വിദ്യയടക്കം ഉൾപ്പെടുത്തിയാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആശയം കിട്ടുകയും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുകയും
തുടക്കക്കാരനെ സംബന്ധിച്ചൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആശയം കിട്ടുകയും നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നതിനൊപ്പം തന്നെ റൈറ്റായിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യുക. അപ്പം ബിസിനസ് രംഗത്ത് വന്നിരിക്കുന്ന ബിസിനസ് പ്രൊഫഷണൽ എക്സ്പേർട്ടുകളുണ്ട്, ബിസിനസ് കൺസൾട്ടൻസി എക്സ്പേർട്ടുകളുണ്ട്, അതുപോലെ ഡിജിറ്റൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് കിട്ടി, നല്ല ആശയം കിട്ടി, ഇതിനെ കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈ ഒരു ഘടകം കൂടെ അത്യാവശ്യമാണ്. അപ്പം ഇതിനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സെല്ലിറ്റാപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത്. ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം നിലനിർത്തുവാനും പ്രാദേശികമായ വിപണിയിൽ മുന്നേറ്റമുണ്ടാക്കുവാനും സാധിക്കും. ഇതോടൊപ്പം തന്നെ കുടുംബശ്രീ അടക്കമുള്ള സംരംഭങ്ങൾക്ക് ഇത് ഏറെ പ്രയോജനകരമാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ആപ്പിന്റെ സേവനം വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് യുവ സംരംഭകരായ നിഷാന്തും അച്ചുരാജും. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടുക്കി നെടുങ്കണ്ടത്ത് CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സഹോദരന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ചതായി പരാതി. പരിക്കേറ്റ സഹോദരനും ഭാര്യയും തൂക്കുപാലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കമ്പംമെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരം 7:30 സംഭവം. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോൾ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PT ഷിഹാബുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം സഹോദരനായ തുളസിക്കവല ബ്ലോക്ക് 1314 LPS സുലൈമാന്റെ വീടിന് മുമ്പിലേക്ക് എത്തുകയും വീട് തല്ലിപ്പൊളിച്ച് അകത്ത് പ്രവേശിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി. തുടർന്ന് സുലൈമാനെ കമ്പിവടികളും കുറുവടികളും ഉപയോഗിച്ച് ആക്രമിച്ചു. ഇതിനിടയിൽ വീട്ടിലെ വസ്തുക്കളും കതകുകളും TVയും അടക്കം അടിച്ചു തകർക്കുകയും എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയിൽ ഇവിടെ വന്ന് ഇവരെല്ലാവരും കൂടെ വന്ന് ഷിഹാബ്, അനിയന്, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു. 2 പേരകത്ത് കയറി ചീത്ത വിളിച്ചു, പുള്ളി അടിച്ചു മർദ്ദിച്ചു. വെളിയിലിറങ്ങുമ്പോൾ ഭീഷണിയാണ്, ശരിയാക്കുമെന്നാണ് പറയുന്നത്. അതൊക്കെ അടിച്ച് പൊളിച്ച 2 പേരകത്ത് കയറി വന്നത്. ഷിജു, അജ്മലെന്നും പറയുന്ന 2 പിള്ളേരെ അകത്ത് കയറി വന്നത്. ബാക്കി പുറത്ത് 2 വണ്ടി ആൾക്കാരുണ്ടായിരുന്നു. പരിക്കേറ്റ സുലൈമാൻ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തന്നെ അകാരണമായാണ് സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു. 8 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവിച്ച കുടുംബപരമായിട്ടുള്ള സ്വത്ത് പ്രശ്നമാണ്. അപ്പം വ്യാജരേഖ ഉണ്ടാക്കി, പട്ടയം ഉണ്ടാക്കി സ്വത്ത് തട്ടിയെടുത്ത് പിതാവ് മരണപ്പെട്ടും പോയി. അപ്പോൾ ദേവികുളം RDO ഓഫീസിൽ 7 മക്കൾക്ക് അവകാശപ്പെട്ട എന്നുള്ള രേഖ എഴുതി തന്നിട്ടുള്ളതാണ്. ആ സ്ഥലം എല്ലാവർക്കും കൂടെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നോട്ടീസ് അടിച്ച് ഞാൻ പരസ്യം ചെയ്തു. പരസ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിന് അവർ 5-8 പേര് കൂടി വന്ന് വീടടിച്ച് തകർത്ത് എന്നെ ഉപദ്രവിച്ച്. ഇരുവരും തമ്മിൽ കാലങ്ങളായി സ്വത്ത് തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇന്നലെ സുലൈമാൻ ഷിഹാബുദ്ദീനെതിരെ നോട്ടീസ് അച്ചടിച്ച് പ്രചരിപ്പിച്ചിരുന്നു. ഇതിലാണ് പ്രകോപനം ഉണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം. കമ്പംമെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വളർന്നുവരുന്ന പുതിയ തലമുറയെ ലഹരിയിൽ നിന്നും മോചിപ്പിച്ച് ആരോഗ്യമുള്ളവരാക്കി തീർക്കുന്നതിനായി മൂന്നാറിലെ സ്കൂളുകളിൽ കരാട്ടെ പരിശീലനം. ഏറ്റവും കൂടുതൽ ക്ലാസുകളിലേക്ക് എത്തുന്നത് പെൺകുട്ടികളാണ്. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ കീഴിലുള്ള മേര യുവഭാരത് ഇടുക്കിയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ സ്കൂളുകളിൽ പരിശീലനം നൽകി വരുന്നത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയും ഒപ്പം ലഹരി കുട്ടികളിലും പിടിമുറക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ ആരോഗ്യമുള്ളവരാക്കി തീർക്കുന്നതിനും ഒപ്പം മനക്കരുത്തോടെ എന്തിനേയും നേരിടുവാനുള്ള മാനസിക ആരോഗ്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് സ്കൂളുകളിൽ കരാട്ടെ പരിശീലനം ആരംഭിച്ചത്. പരിശീലനത്തിനായി 100 കണക്കിന് കുട്ടികളാണ് മുന്നിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ആയോധന കലയെ സ്വായത്തമാക്കുവാൻ എത്തുന്നതാകട്ടെ പെൺകുട്ടികളും. സ്വയരക്ഷ എന്നതിനപ്പുറം സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം ആയോധന കലാ പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് പരിശീലകൻ സെബാസ്റ്റ്യൻ പറയുന്നു. ആ കുട്ടികളൊക്കെ സെൽഫ് ഡിസ്റ്റൻസ്, ഡിസിപ്ലിൻ എല്ലാ കാര്യത്തിലും ഷാർപ്പായിട്ടിരിക്കും. അതുകൊണ്ട് മാർഷൽ ആർട്സ് ഒത്തിരി പേര് പഠിക്കുന്നത് നല്ലതാണ്. മെയിനായിട്ട് പെൺകുട്ടികൾക്ക് ഒത്തിരി നല്ലതാണ്. അതുപോലെ ഇനി വരുന്ന തലമുറകൾക്ക് എല്ലാവരും മാർഷൽ ആർട്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ കീഴിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും എന്തിനേയും നേരിടാനുമുള്ള ശാരീരികവും മാനസികവുമായ കരുത്തും നേടാൻ പരിശീലനത്തിലൂടെ കഴിയുന്നുണ്ടെന്ന് പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളും പറയുന്നു. ഇന്നത്തെ തലമുറയിൽ നമുക്ക് ഒരു സ്ത്രീയോ ഒരു പെൺകുട്ടിയോ രാത്രി സമയങ്ങൾ ഇനിയും
പകൽ സമയങ്ങളിൽ പോലും ഒറ്റയ്ക്ക് പുറത്തു പോകുക എന്ന് പറയുന്നത് ഒരു സാധ്യമായ കാര്യമല്ല. കാരണം പലതരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടുവരുന്നു. അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പെൺകുട്ടികളായ ഞങ്ങൾ ഇതുപോലെ കരാട്ടയൊക്കെ പഠിക്കുമ്പോൾ മൈൻഡ് റിലാക്സേഷനും പിന്നെ ധൈര്യമായിട്ട് നമുക്ക് വരുന്ന പ്രോബ്ലംസ് ഫേസ് ചെയ്യാനും സൊസൈറ്റിയിൽ നമ്മൾ ഫ്രീ ആയിട്ട് നടന്നു പോകാനും എല്ലാവരെയും ഫേസ് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. സോ കരാട്ടെ വഴി നമുക്ക് കുറേ കോൺഫിഡൻസും അതല്ലാതെ ഇപ്പോൾ ഇന്നത്തെ തലമുറ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ആരോഗ്യപരവും മാനസികവുമായ കരുത്തിനൊപ്പം കുട്ടികളിൽ ചിട്ടയും കൃത്യനിഷ്ഠയും വളർത്തിയെടുക്കാൻ കഴിയുന്നു. ഇതിലൂടെ നല്ല സംസ്കാരമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവും സ്കൂളുകളിലെ ഈ ആയോധന കലാ പരിശീലനം മുന്നോട്ട് വയ്ക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ ഓപ്പറേഷൻ ഷൈലോക്ക് പരിശോധന തുടരുന്നു. ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ ഇന്ന് വ്യാപക പരിശോധന നടന്നു. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന റെയ്ഡിൽ 1/4 കോടിയോളം രൂപ പിടിച്ചെടുത്തു. 1 രൂപ പോലും നികുതി അടയ്ക്കാതെ സാധാരണക്കാരെ കുത്തിപ്പിടിഞ്ഞു കൊള്ളയടിക്കുന്ന വട്ടിപ്പലിശക്കാർക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ഷൈലോക്കിന് രൂപം നൽകിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളും ഉൾഗ്രാമ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച വട്ടിപ്പലിശക്കാർ പിടിമുറുക്കുന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കിയ പോലീസ് കഴിഞ്ഞ മാസം ഒരേ സമയം വിവിധയിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ നിരവധി പേരാണ് അറസ്റ്റിലായത്. 1/2 കോടിയോളം രൂപയുടെ രേഖകളും അന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നും ജില്ലയുടെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാപക പരിശോധനയാണ് നടത്തിയത്. നെടുങ്കണ്ടത്ത് നടത്തിയ പരിശോധനയിൽ 2 പേരാണ് പിടിയിലായത്. നെടുങ്കണ്ടം ആശാരിക്കണ്ടം മഠത്തിൽ അബ്ദുൽ ഖാദറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 21,10,000 രൂപയും നിരവധി മുദ്രപത്രങ്ങളും ചെക്കുകളും പിടിച്ചെടുത്തു. മറ്റൊരു പരിശോധനയിൽ നെടുങ്കണ്ടത്ത് പച്ചക്കറി വ്യാപാരം നടത്തുന്ന തമിഴ്നാട് സ്വദേശിനിയായ കലാഭവൻ വീട്ടിൽ സൂര്യകലയെ 1,00,000-ലധികം രൂപയും 5 ചെക്കുകളും പ്രോമസറി നോട്ടുകളും അടക്കം പിടികൂടി. സംസ്ഥാന സർക്കാരിന്റെ നിയമവിരുദ്ധ മണി ലെൻഡിംഗ് മാഫിയയ്ക്കെതിരെയുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഇന്നേ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണമുള്ള ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായിട്ട് ദിവസം നെടുങ്കണ്ടത്ത് വിവിധ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു. അതിൽ 2 കേന്ദ്രങ്ങളിൽ നിന്ന് ഏകദേശം മൊത്തം 22 ലക്ഷം രൂപയോളം ഇതുവരെ പിടിച്ചെടുത്തിട്ടുണ്ട്. നെടുങ്കണ്ടം സ്വദേശിയായ അബ്ദുൽ ഖാദർ എന്ന ആളുടെ വസതിയിൽ നിന്ന് 21 ലക്ഷം രൂപയും, നെടുങ്കണ്ടം താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനിയായ സൂര്യകല എന്നയാളുടെ കൈവശത്ത് നിന്ന് 1 ലക്ഷം രൂപയും മറ്റ് നിരവധി മുദ്രപത്രങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തുറന്ന വഴി ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി തുറന്ന വഴി സ്വീകരിക്കുന്നതാണ്. ഇതേസമയം അബ്ദുൽ ഖാദർ വസ്തുവ്യാപാരം നടത്തുന്നതിന്റെ പണമാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്നും യാതൊരുവിധ പലിശ ഇടപാടുകളും തങ്ങൾക്കില്ല എന്നും ബന്ധുക്കൾ പറഞ്ഞു. പിടിയിലായ സൂര്യകല ലഹരി വസ്തുക്കൾ വിൽക്കുന്ന നിരവധി കേസുകളിലെ പ്രതിയുമാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
ഇടുക്കി കുളമാവ് PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയത്തിൽ കുട്ടി എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഏകദിന സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. കഥ, കവിത ഇവയുടെ രചനാ സമ്പ്രദായങ്ങളെക്കുറിച്ച് കുട്ടികളിൽ അറിവ് പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. നവോദയ വിദ്യാലയ പ്രിൻസിപ്പൽ P. മണികണ്ഠന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ശില്പശാലയുടെ ഔപചാരികമായ ഉദ്ഘാടനം കവിയും എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ആന്റണി മുനിയറ നിർവഹിച്ചു. ഉദ്ഘാടനത്തിനു ശേഷം കഥയുടെയും കവിതയുടെയും രചനാ സങ്കേതങ്ങളെപ്പറ്റി അദ്ദേഹം ക്ലാസ് നയിച്ചു. മത്സ്യകൃഷിയിൽ വിജയം വരിക്കുകയാണ് അയ്യപ്പൻകോവിൽ സ്വദേശി കുഴിക്കാട്ടിൽ ജെറിൻ. ആത്മസംതൃപ്തിയും ഒപ്പം മികച്ച വരുമാനവുമാണ് മത്സ്യകൃഷി ജെറിന് സമ്മാനിക്കുന്നത്. ഇടുക്കി അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട് സ്വദേശിയാണ് ജെറിൻ. സ്വന്തമായി ഒരു ഫ്ലെക്സ് പ്രിന്റിംഗ് സ്ഥാപനം നടത്തുന്നു. ഇതിനിടയിലാണ് മത്സ്യകൃഷിക്ക് സമയം കണ്ടെത്തുന്നത്. വളർത്തു മത്സ്യങ്ങൾക്കൊപ്പം അലങ്കാര മത്സ്യങ്ങളും ജെറിന്റെ കുളത്തിലുണ്ട്. ഗിഫ്റ്റ് തിലോപ്പിയ, കോയിക്കാർപ്പ് തുടങ്ങിയ നിരവധി മത്സ്യങ്ങൾ. മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനം ഒരു പാഷനായിരുന്നു നമ്മുടെ മെയിനായിട്ടുണ്ടായിരുന്നത്. ഇതിനോടുള്ളൊരു താല്പര്യം ഭയങ്കരമായിരുന്നു. മീനും ജീവജാലങ്ങളോടുള്ളൊരു താല്പര്യം മൂലം ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഇങ്ങനെ ഇറങ്ങി. ഫിഷറീസിൻ്റെയാണ് നമുക്ക് ആനുകൂല്യങ്ങളുള്ളത്. അവർ നല്ല വായ്പ തരുന്നുണ്ട്. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. സബ്സിഡി തീറ്റയ്ക്ക് തരുന്നുണ്ട്. പിന്നെ വേണ്ട ടെക്നിക്കൽ ഭാഗങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഫോളോഅപ്പ് എല്ലാ മാസങ്ങളിലും തന്നെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിഷറീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അക്വാപോണിക് രീതിയിലാണ് മത്സ്യകൃഷി. മത്സ്യക്കുളത്തിനോട് ചേർന്ന് പച്ചക്കറി കൃഷിയും ആരംഭിച്ചിട്ടുണ്ട്. മത്സ്യക്കുളത്തിലെ വെള്ളമാണ് ജൈവ പച്ചക്കറി കൃഷിക്കായി ഉപയോഗിക്കുന്നത്. 5 വർഷമായി ജെറിൻ മത്സ്യകൃഷി തുടങ്ങിയിട്ട് 1 സെന്റ് സ്ഥലത്താണ് കുളം നിർമ്മിച്ചിട്ടുള്ളത്. മികച്ച വരുമാനം ലഭിക്കുന്നതിനൊപ്പം വലിയ സന്തോഷവുമാണ് കൃഷി തനിക്ക് പകർന്നു നൽകുന്നതെന്ന് ജെറിൻ പറയുന്നു. സിറ്റി വിഷൻ കട്ടപ്പന. നെടുങ്കണ്ടം ഉപജില്ലാ സ്കൂൾ കലോത്സവം 11, 12, 13 തീയതികളിൽ നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 310 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. 53 സ്കൂളിൽ നിന്നുള്ള 3524 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത് UP സ്കൂൾ, കോഓപ്പറേറ്റീവ് കോളേജ്, B.Ed കോളേജ്, സഹകരണ ബാങ്ക് ഹാള്, കമ്മ്യൂണിറ്റി ഹാൾ, BRC ഹാൾ എന്നിവിടങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള 10 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. ഈ പരിപാടി ബഹുമാനനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജചന്ദ്രന്റെ അധ്യക്ഷതയിൽ ഉടുമ്പൻചോലയുടെ MLA മണിയാശാൻ ഉദ്ഘാടനം നിർവഹിക്കുകയും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് 2024 ശ്രീ മോബിൻ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ കലാപ്രതിഭകൾക്ക് മത്സരിക്കാനും ഒരു മാറ്റ് ഉരയ്ക്കാനും അതിൻ്റെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു പ്രാഥമിക നടപടിയായിട്ടാണ് നടത്തപ്പെടുന്നത്. 11 രചനാ മത്സരങ്ങളാണ് നടക്കുന്നത്. 12 രാവിലെ 10:30 നടക്കുന്ന യോഗത്തിൽ വെച്ച് MM മണി MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നേൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ, സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാർ തുടങ്ങിയവർ പ്രസംഗിക്കും. നിസരി എന്ന് പേരിട്ടിരിക്കുന്ന നെടുങ്കണ്ടം ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ നിർവഹിച്ചു. നെടുങ്കണ്ടം AEO ജെൻസിമോൾ, ഡോക്ടർ KM സുരേഷ് കുമാർ, AS അഞ്ജു, അല്ലി S ചന്ദ്രൻ, ധനേഷ് കുമാർ, KS രഘുനാഥൻ, സുനു രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. അടിമാലി വൈസ്മെൻ ക്ലബിന്റെ 2025-26 വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാളെ ഇടമലക്കുടിയിൽ മെഡിക്കൽ ക്യാമ്പും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗൈനക്കോളജി, ഡെന്റൽ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ നിന്നുമായി 15ഓളം വിദഗ്ധ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കും. ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും സംഘാടകർ പറഞ്ഞു. ഇടമലക്കുടി ട്രൈബൽ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ വെച്ചാണ് നാളെ രാവിലെ 10 മുതൽ മെഡിക്കൽ ക്യാമ്പും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും നടക്കുന്നത്. അവകാശങ്ങൾക്കൊപ്പം കടമകളും എന്ന സന്ദേശം ഉയർത്തിയാണ് വൈസ്മെൻസ് ക്ലബ് 2025-26 വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടമലക്കുടിയിൽ മെഡിക്കൽ ക്യാമ്പിന് രൂപം നൽകിയിട്ടുള്ളത്.
ഗൈനക്കോളജി, ഡെന്റൽ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ നിന്നുമായി 15ഓളം വിദഗ്ധ ഡോക്ടർമാർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കും. ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും സംഘാടകർ പറഞ്ഞു. ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പും ആൻറ്റി ഡ്രഗ്സ് അവയർനെസ് ക്യാമ്പും നടത്തപ്പെടുകയാണ്. ഈ ക്യാമ്പിന് വേണ്ടിയിട്ട് ആൻറ്റി ഡ്രഗ്സ് അവയർനെസ് ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടി നമുക്ക് എത്തിച്ചേരുന്നത് അടിമാലിയിലെ ജനമൈത്രി എക്സൈസ് സംഘമാണ്. ഒപ്പം ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് അടിമാലി സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ AC ജോസഫ്, വെള്ളത്തുവൽ SN ഹോസ്പിറ്റൽ ഉടമസ്ഥ ഡോക്ടർ രാധ റോയ്, അടിമാലി മാപ്പാലിക്കാട്ട് ദന്താശുപത്രിയിലെ ഡയറക്ടർ ഡോക്ടർ ഡെന്നിസ് ഫിലിപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ 15 അംഗ സംഘമാണ് ഈ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ഡോക്ടർ AC ജോസഫ്, ഡോക്ടർ ഡെന്നീസ്, ഡോക്ടർ രാധ റോയ്, ഡോക്ടർ സാഹിൽ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകും. അടിമാലി ജനമൈത്രി എക്സൈസിൻ്റെ നേതൃത്വത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടക്കുന്നത്. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് ജോൺസൺ ഐസക്, സെക്രട്ടറി ലൈജോ ജോസഫ്, ഏലിയാസ് TM, സുജിത് P. ഏലിയാസ്, ഡോക്ടർ AC ജോസഫ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി വെള്ളാപ്പാറയിൽ ഭരണഭാഷാ വാരാചരണ സമാപന സമ്മേളനം നോവലിസ്റ്റ് പുഷ്പമ്മ ഉദ്ഘാടനം ചെയ്തു. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO വിനോദ് കുമാർ MG അധ്യക്ഷത വഹിച്ചു. ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ G. ജയചന്ദ്രൻ, ഇടുക്കി സ്വദേശിയും നോവലിസ്റ്റുമായ ശ്രീ K. ജയചന്ദ്രൻ, സിനിമാ സഹസംവിധായകൻ ശ്രീ സനു M. രാജു എന്നിവർ സംസാരിച്ചു. ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ, ഇടുക്കി ഫ്ലൈയിംഗ് സ്ക്വാഡ് ഡിവിഷൻ, ഇടുക്കി സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, നഗരംപാറ, അയ്യപ്പൻ കോവിൽ എന്നിവിടങ്ങളിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാർ, ഫീൽഡ് തല ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. നവംബർ 3, 5 തീയതികളിലായി ജീവനക്കാർക്കായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സർട്ടിഫിക്കറ്റും മൊമെന്റോകളും സമ്മാനിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ, വെള്ളി ഗ്രാമിന് 165 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച അടിമാലി ലക്ഷം വീട് ഭാഗത്ത് ദേശീയപാത 85 വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒറ്റവരിയായിട്ടാണ് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നത്. തൃശൂരിലെ മെൽക്കർ തട്ടിപ്പിൽ ഇടുക്കിയിലും പരിശോധന. നെടുങ്കണ്ടത്ത് മെൽക്കർ ശാഖയിൽ പരിശോധന നടത്തി. നെടുങ്കണ്ടത്തെ ഓഫീസിൽ നിന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തു. ഇപ്പോഴും നിരവധി പരാതികളാണ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാറിൽ മുംബൈ സ്വദേശിനിയായ യുവതിക്ക് ദുരനുഭവം നേരിട്ട സംഭവത്തിൽ മൂന്നാറിലെ ടാക്സി തൊഴിലാളികൾക്ക് പിന്തുണയുമായി മൂന്നാറിലെ INTUC നേതാവ് G. മുനിയാണ്ടി. ഓൺലൈൻ വ്യാപാരം ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയായി മാറുമ്പോൾ മറികടക്കാനും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന ആപ്പ് വികസിപ്പിച്ചെടുത്ത ഇടുക്കി രാജാക്കാട് സ്വദേശികളായ നിഷാന്ത് R, അച്ചുരാജ് എന്ന യുവാക്കൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.